ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപയോഗപ്രദമായ കുറച്ചധികം കിച്ചൺ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിങ്ങനെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പുറത്തൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ അത്ര പെട്ടെന്ന് ചെയ്യില്ല. എന്നാലും കുറച്ചധികം ഇതുപോലെ ഒരുപാടങ്ങ് നമ്മൾ വില കുറഞ്ഞ സമയങ്ങളിലൊക്കെ ഇതുപോലെ തക്കാളി ഒരുപാടങ്ങ് മേടിച്ച് കൂട്ടി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ തക്കാളി ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ വെളിച്ചെണ്ണ കുറേശ്ശായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എല്ലാ തക്കാളിയിലും അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അതിന് പുറത്താണെങ്കിൽ പുറത്തും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി ഒരുപാട് ദിവസം കേടുവരാതെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ ഇതുപോലെ കുറച്ചധികം തന്നെ ഞാനിവിടെ മുളക് എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ മുളകൊക്കെ ഒരുപാടധികം വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുളകൊക്കെ ചീഞ്ഞു പോകാതിരിക്കാനും ഒരുപാട് ദിവസം സൂക്ഷിച്ചു വെക്കാനും വേണ്ടിയുള്ള ടിപ്പാണ്. അതിനായിട്ട് ഇതാ ഈ ഒരു മുളകിൻ്റെ നെട്ടി ഒന്ന് ഒഴിവാക്കി ഇതുപോലത്തെ ഒരു നല്ലൊരു ബോക്സിലായിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളകും ഇതുപോലെ ഒരുപാട് ദിവസം ചീഞ്ഞു പോകാതെയും കേടുവരാതെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് മുളകും തക്കാളിയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതാ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിതാ ഇതുപോലത്തെ ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാസറോളൊക്കെ എടുത്തിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് വച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു കാസറോൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഏത് പേപ്പറും എടുക്കട്ടെ, നമുക്കൊരു പേപ്പർ ആയാൽ മതി. അത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ നേന്ത്രപ്പഴം നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഈ ഒരു ഭാഗം വീഡിയോയിൽ ഇതാ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ഭാഗം, അതായത് അതിൻ്റെ നെറ്റി ഭാഗം അവിടെ ഇതാ ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ടൈറ്റിലൊന്ന് കെട്ടി കൊടുത്താൽ മതി. എന്നിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകില്ല. അതുപോലെ തന്നെ വേറെ രീതിക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഈ ഒരു നേന്ത്രപ്പഴം ഒന്ന് പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നേന്ത്രപ്പഴം അങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം അങ്ങനെ കറുത്തു പോകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നേന്ത്രപ്പഴം കൂടുതലായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് കേട്ടോ. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടിപ്പും കൂടി ഉണ്ട്. ഇതുപോലെ നേന്ത്രപ്പഴം എടുക്കുക. നേന്ത്രപ്പഴം ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ സുർക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ വിനാഗിരി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്തു പോകില്ല. മാത്രമല്ല നമുക്കൊരു നേന്ത്രപ്പഴമൊക്കെ പുറത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു കൂറ പാറ്റ അങ്ങനെയൊക്കെ വന്നിട്ട് ഇത് ഒരു നേന്ത്രപ്പഴമൊക്കെ നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിനാഗിരി ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിനാഗിരി വെച്ചിട്ട് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിട്ട് തോന്നുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇതാ ഇതുപോലെ അങ്ങനെ മുള വന്നിട്ടുണ്ടാവും. അപ്പോൾ മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ്. ഇതിപ്പോൾ ഓൾറെഡി മുള വന്ന ഉരുളക്കിഴങ്ങാണ്. 1-2 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു വെളുത്തുള്ളി ഇങ്ങനെ വെച്ചു, അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എവിടെ എടുത്ത് വെക്കുന്നു, ഇനി ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെയും അതിൽ ഇതുപോലെ ഒരു വെളുത്തുള്ളി വെച്ച് കൊടുത്താൽ മതിട്ട്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മുളച്ച് വരുന്നില്ല.
അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒരുപാടധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്ലേഡൊക്കെ മൂർച്ച കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ബ്ലേഡ് എങ്ങനെ മൂർച്ച കൂട്ടുക എന്നുള്ളൊരു നൈസായുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഒഴിവാക്കി എടുക്കുന്ന ആ ഒരു മുട്ടത്തോടൊക്കെ ഉണ്ടാവില്ല, മുട്ടത്തോട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലേഡ് നല്ലോണം മൂർച്ച വരുന്നതാണ്. അപ്പോൾ മുട്ടത്തോടൊക്കെ നമ്മൾ കളയുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പഴയ മിക്സിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സാധാരണ വാഷ് ബേസിനും അതുപോലെ തന്നെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ അളവിൽ സർഫ്, അതായത് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സോപ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാം. നല്ല സ്മെല്ലുള്ള സോപ്പ് പൊടിയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ സോപ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇനി വേണ്ടത് ലെമണാണ്. ഒരു ലെമൺ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലെമണും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു കംഫർട്ട് എടുക്കുക. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് കംഫർട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കംഫർട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു കംഫർട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1-2 സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സൊല്യൂഷൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ എവിടെയാണ് വൃത്തിയാക്കേണ്ടത്, അതായത് ഇപ്പോൾ വാഷ് ബേസിലാണെങ്കിൽ അവിടെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സിങ്കിലും ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ സിങ്കിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കഴുകിയെടുക്കാത്ത സിങ്കാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ നമുക്ക് കുറേശ്ശായിട്ട് ഊറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഉരച്ച് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിങ്കൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സിനും അതുപോലെ തന്നെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്